നമസ്കാരം, എല്ലാവർക്കും മനോലയത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനോജ് കൃഷ്ണൻ. ഇന്നത്തെ ദിവസം തന്നെ നമ്മളെടുത്താൽ നമ്മൾ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. അതിനെല്ലാം നമ്മൾ നല്ലതും ചീത്തയും, ഗുഡ് ബാഡ് എന്ന് നമ്മൾ തരംതിരിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മൾ ജേണലൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജേണൽ എഴുതുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാതെ തന്നെ നമ്മുടെ ഇമോഷൻ വരുന്നത് നല്ലതും ചീത്ത എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞ ഒരു കൊല്ലത്തെ നമ്മളുടെ പല സാഹചര്യങ്ങളിലും നമ്മൾ ഓരോ ഇമോഷൻസിനെയും ഓരോ സിറ്റുവേഷൻസിലൂടെ വരുന്ന ഇമോഷൻസിനെയും ഗുഡെന്നും ബാഡെന്നും പറഞ്ഞിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തതാണ്. എന്നാൽ ശരിക്കും എന്താ സംഭവിച്ചേക്കണമെന്നൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നല്ലതെന്ന് മാറ്റിവെച്ച പല സിറ്റുവേഷൻസും ഇൻ എഫക്റ്റ് പിന്നെ മോശമായ കുറേ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ വഴിതെളിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ മോശമെന്ന് വിചാരിച്ചിരുന്ന പല സാഹചര്യങ്ങളും നമ്മളെ നല്ലതിലേക്കും കൊണ്ടുപോയിട്ടുണ്ടാകും. എന്നാൽ ഇത് തമ്മിൽ നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാനുള്ള വിസ്ഡം അല്ലെങ്കിൽ ബുദ്ധി നമുക്ക് തോന്നാറില്ല. കാരണം നമ്മൾ ഏത് സാഹചര്യമാണോ ആ സാഹചര്യത്തിന് ആ രീതിയിൽ എൻജോയ് ചെയ്ത് വിടുന്നതാണ്, അല്ലെങ്കിൽ ദുഃഖിച്ച് വിടുന്ന ഒരവസ്ഥയാണ്. ഇതിലുപരി നമ്മൾ ഒന്നും കൂടെ ആഴത്തിൽ അതിനെ ചിന്തിച്ച് ന്യൂട്രാലിറ്റി എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചു, ന്യൂട്രാലിറ്റി ഓഫ് മൈൻഡ്. ചേമ്പിലയിൽ വീഴുന്ന വെള്ളം പോലെ അതൊന്നും പറ്റാതെ പതിക്കാതെ മനസ്സിനെ സ്പർശിക്കാതെ ജീവിക്കാൻ പറ്റുന്നതാണ് മനോലയം അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നാട്ടിൽ ഒരു കർഷകനുണ്ടായിരുന്നു. പുള്ളിക്ക് കൃഷി അല്ലാതെ ഒരു 3-4 കുതിരകളുണ്ടായിരുന്നു. അപ്പോൾ കുതിര സവാരിയും കുതിരകളുടെ പരിചരണമൊക്കെ പുള്ളിക്ക് ഒരു ഹോബിയായിരുന്നു. ഒരു ദിവസം അതിലെ ഒരു നല്ലൊരു കുതിര രാത്രി കാട്ടിലേക്ക് ഓടിപ്പോയി. പിറ്റേ ദിവസം അയൽവാസി പുള്ളിയെ കാണാനായിട്ട് വന്നു. വളരെ വിഷമിച്ച് വളരെ ദുഃഖത്തോടെ പുള്ളി അയൽവാസി ഇദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, വളരെ മോശമായി പോയി, എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുർവിധി വരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ കർഷകൻ പറഞ്ഞു, മേ ബി എന്ന് പറഞ്ഞു, ആയിരിക്കാം, നല്ലതാണോ ചീത്തയാണോ എന്ന് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി അതിനെ പ്രതികരിച്ചത്, മേ ബി. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കുതിര പോയ കുതിര ഒരു 3-4 കുതിരകളെ കൂട്ടിയാണ് കാട്ടിൽ നിന്ന് തിരിച്ചു വന്നത്. അപ്പോഴും ഈ പറയുന്ന അയൽവാസി ഓടിച്ചാടി വന്നു, എന്ത് ഭാഗ്യവാനാണ് നിങ്ങൾ, കുതിരകൾ ഫ്രീ ആയിട്ട് ഒരു 3-4 കുതിരകളെ ഫ്രീ ആയിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഇയാൾ പറഞ്ഞു, മേ ബി, ആയിരിക്കാം, സന്തോഷമായിരിക്കാം, സന്തോഷിക്കാവുന്നതായിരിക്കാം, ഉറപ്പില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ഈ കുതിരകളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ മകൻ ആ കുതിരയിൽ കയറി കസർത്ത് കാണിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് നടുന്തലി നിലത്തേക്ക് വീണ അയാളുടെ കാലൊടിഞ്ഞു. അപ്പോഴും അയൽവാസി ഓടി വന്ന് പിന്നെയും പറഞ്ഞു, അയ്യോ എന്തൊരു കഷ്ടമായിപ്പോയി, മകൻ്റെ കാലൊടിഞ്ഞല്ലോ. അപ്പോഴും ഇദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, മേ ബി, ആയിരിക്കാം, കഷ്ടമായിരിക്കാം, ഉറപ്പില്ല. ആ സമയത്താണ് ആ നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ട് രാജാവ് നിർബന്ധമായി എല്ലാ വീട്ടിൽ നിന്നും പടയാളികൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മിലിറ്ററിയിൽ ചേരാൻ, പട്ടാളത്തിൽ ചേരാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിൽ നിന്നും നിർബന്ധമായിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കർഷകൻ്റെ വീട്ടിലും വന്നു രാജാവിൻ്റെ പടയാളികൾ, പക്ഷേ കൊണ്ടുപോയി. കാരണം ഇയാളുടെ ഈ മകൻ്റെ കാലൊടിഞ്ഞ് കിടക്കുന്നു. പിറ്റേ ദിവസം ഇതേ അയൽവാസി വന്നു എന്നിട്ട് പറഞ്ഞു, എന്തൊരു ഭാഗ്യവാനാണ് നിങ്ങൾ, എൻ്റെ മകനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി, നിങ്ങളുടെ മകൻ കാലൊടിഞ്ഞത് കൊണ്ട് കൊണ്ടുപോയില്ല, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ്. അതിനും ആ കർഷകൻ അതേ മറുപടി കൊടുത്തു, മേ ബി, ആയിരിക്കും. ഇതുതന്നെയാണ് ന്യൂട്രാലിറ്റി ഓഫ് മൈൻഡ് എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചത്. കാരണം ഓരോ സാഹചര്യങ്ങൾക്കും ഓരോ ഇമോഷൻസ് ഉണ്ടാവും. ആ ഇമോഷൻസ് നമ്മളെ ട്രിഗർ ചെയ്യും. എന്നാൽ നമ്മളതിനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ, നമ്മൾ വാച്ച്ഫുൾ അല്ലെങ്കിൽ ഇത് നമ്മളുടെ മനസ്സിനെയും അതിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തുള്ളാനായിട്ട് കൊണ്ടുപോകും. ഇങ്ങനെ തുള്ളി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു സൈക്ലിക് ഡാൻസ് മാത്രമായിരിക്കും. ഒരു വേവ് പോലെ പൊങ്ങിയും താന്നും മൂഡ് സ്വിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ. ഇത് നമ്മളെ മാത്രമല്ല, നമ്മുടെ ചുറ്റിനുള്ള എല്ലാവരും അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളെയും ന്യൂട്രലായി കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ജീവിച്ച് പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ദിവസവും നമ്മളുടെ ചിന്തകൾ കുറയും, നമ്മുടെ ഇമോഷൻസ് കുറയും, നമ്മുടെ ആവശ്യമില്ലാത്ത ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാകുമ്പോൾ മനസ്സ് ഒരു പരിധിവരെ ശാന്തമായി കഴിയുമ്പോൾ നമ്മളുടെ ഇന്നർ ജോയ് അല്ലെങ്കിൽ കാരണമില്ലാത്ത ഒരു സന്തോഷമായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഇത് എന്ന് നിലനിൽക്കുന്നതാണ്. ഇതിന് യാതൊരു രീതിയിലുള്ള ഹാങ് ഓവർ ഉണ്ടാവില്ല, ഇതിനൊരു കാരണവുമില്ല. കാരണം
എക്സിസ്റ്റൻസ് തന്നെ സന്തോഷമാണ് നമ്മളുടെ പ്രകൃതം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സിൽ ഉൾക്കൊള്ളുക. ഒരു സാഹചര്യമെങ്കിലും